സുപ്രഭാതം. നമുക്കിന്ന് 37ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. 37ാമത്തെ ശ്ലോകം. ഗച്ഛന്തീനാം രമണവസതിം യോഷിതാം തത്ര നക്തം രുദ്ധാലോകേ നരപതിപഥേ സൂചിഭേദ്യൈസ്തമോഭിഃ സൗദാമന്യ കനകനികഷസ്നിഗ്ധയാ ദർശയോർദ്വീം തോയോത്സർഗസ്തനിതമുഖരോ മാസ്മഭൂർദിക്ലഭാസ്താ. ഇത് 37ാമത്തെ ശ്ലോകം. മഹാകാളനാഥന്റെ സേവ വേണ്ട പ്രകാരം ചെയ്ത് ഇനി ഉജ്ജയിനിയിലെ സൗന്ദര്യങ്ങൾ, ഉജ്ജയിനിയിലെ സുഭഗതകൾ എല്ലാം ആസ്വദിച്ച് വേണം നീ പോവാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ ഗച്ഛന്തീനാം രമണവസതിം യോഷിതാം തത്ര നക്തം രുദ്ധാലോകേ നരപതിപഥേ സൂചിഭേദ്യൈസ്തമോഭിഃ സൗദാമന്യ കനകനികഷസ്നിഗ്ധയാ ദർശയോർവീം തോയോത്സർഗസ്തനിതമുഖരോ മാസ്മഭൂർദിക്ലഭാസ്താ. അപ്പോ ഇവിടെ ഓരോ വാക്കുകളായിട്ട് നോക്കാം നമുക്ക്. ഗച്ഛന്തീനാം, ആദ്യത്തെ വാക്ക്. രമണവസതിം യോഷിതാം തത്ര നക്തം രുദ്ധാലോകേ നരപതിപഥേ സൂചിഭേദ്യൈഃ തമോഭിഃ സൗദാമന്യാ കനകനികഷസ്നിഗ്ധയാ ദർശയ ഉർവീം തോയോത്സർഗസ്തനിതമുഖരഃ മാ സ്മ ഭൂ വിക്ലഭാഃ താഃ. ഇങ്ങനെയാണ് പദച്ഛേദം വരാം. ഇവിടെ എന്തായിരിക്കും ക്രിയാരൂപം? ഇവിടെ ശരിക്കും 2 ക്രിയാരൂപങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ദർശയ, പിന്നെ മാസ്മഭൂ. അപ്പൊ ഈ 2 ക്രിയാരൂപങ്ങളും എന്തൊക്കെയാണ് അർത്ഥങ്ങൾ തരുന്നതെന്നും എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. ദർശയ എന്ന് പറഞ്ഞാല് കാണിച്ചു കൊടുത്താലും, ലോട്ടാണ്. ത്വം ദർശയ, ലോട്ട് മധ്യമപുരുഷനാണ്. അപ്പൊ ത്വം ദർശയ. കാൻ ദർശയ, അല്ലെങ്കിൽ എന്താണ് കാണിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്, അതാണ് ഇനി ബാക്കി ശ്ലോകത്തിൽ പറയുന്നത്. ത്വം ദർശയ, കിം ദർശയ, ഉർവീം ദർശയ. ത്വം ഉർവീം ദർശയ, ഉർവിയെ കാണിച്ചു കൊടുത്താലും, ഭൂമിയെ കാണിച്ചു കൊടുത്താലും എന്നാണ് പറയുന്നത്. അപ്പോ എവിടെയാണ് ഭൂമിയെ കാണിച്ചു കൊടുക്കേണ്ടത്? ആർക്കാണ് കാണിച്ചു കൊടുക്കേണ്ടത്? തത്ര. തത്ര എന്ന് പറഞ്ഞാൽ അവിടെ എന്നർത്ഥം. തത്ര തത്ര കുത്ര? വിശാലായാം. തത്ര രമണവസതിം ഗച്ഛന്തീനാം യോഷിതാം നക്തം രമണവസതിം ഗച്ഛന്തീനാം യോഷിതാം. യോഷിത് എന്നുള്ള വാക്കിന് എന്താ അർത്ഥം അറിയോ? യോഷിത് എന്ന് പറഞ്ഞാല് സ്ത്രീ എന്നാണ് അർത്ഥം. അപ്പൊ രമണവസതിം ഗച്ഛന്തീനാം യോഷിതാം, രമണവസതിയെ ഗമിക്കുന്ന അല്ലെങ്കിൽ രമണവസതിയിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക്, കാമുകന്മാരുടെ ഗൃഹങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് എന്നർത്ഥം. യോഷിത്തുകൾക്ക്, അഭിസാരികമാർക്ക്. സൂചിഭേദ്യൈഃ തമോഭിഃ രുദ്ധാലോകേ നരപതിപഥേ. സൂചിഭേദ്യങ്ങളായ തമസ്സുകളാൽ. സൂചിഭേദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ പറയാ, നമ്മൾ പറയാറില്ലേ കൂറ്റിരുട്ട് എന്ന് പറയാറില്ലേ? ആ ഒരു അർത്ഥമാണ് ഇവിടെ സൂചിഭേദ്യം. അപ്പൊ സൂചി കൊണ്ട് ഭേദിക്കാൻ അത്രയും കട്ടിയേറിയ അതിസാന്ദ്രൈ എന്നാണ് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുള്ളത്. തമോഭി
ഇരുട്ടിനാൽ രുദ്ധാലോകേ നിരുദ്ധദൃഷ്ടിപ്രസാരേ നരപതിപഥേ രാജമാർഗേ, കണ്ണ് കാണാൻ വയ്യാത്ത അത്രയും കട്ടിയേറിയ ഇരുട്ടോടുകൂടിയ ആ രാജമാർഗത്തിൽ അങ്ങ് എന്താണ് ചെയ്യേണ്ടത്? കനകനികഷസ്നിഗ്ധയാ സൗദാമന്യ. അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്ക് അവിടെ. കനകനികഷസ്നിഗ്ധയായ സൗദാമനിയാൽ. എന്താണ് സൗദാമനി എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയോ? ഇടിമിന്നൽ. സൗദാമനിയാൽ എങ്ങനെയുള്ളത്? സ്വർണ്ണ നിറം കലർന്ന കനകനികഷസ്നിഗ്ധയ സൗദാമന്യ, ഇടിമിന്നലിന്റെ സ്വർണ്ണ നിറത്തോടുകൂടിയ ആ സുഭഗതയോടുകൂടി ഉർവീം ദർശയ, ഭൂമിയെ കാണിച്ചു കൊടുത്താലും എന്ന് പറയാണ്. പക്ഷേ അവരെ തോയോത്സർഗസ്തനിതമുഖരഃ താ വിക്ലബാ മാസ്മഭൂ. പക്ഷെ അവരെ മഴ പെയ്യിച്ച് ഗംഭീരമായിട്ടുള്ള ഇടിവെട്ടിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ പേടിച്ചു പോകുന്നവരായി മാറരുത്, അവരെ പേടിപ്പിക്കരുത്. തോയോത്സർഗസ്തനിത മുഖരനായിട്ട് അവരെ വിക്ലബകളാക്കിയിട്ട്, വിക്ലബം എന്ന് പറഞ്ഞാല് പരിഭ്രാന്തർ എന്നർത്ഥം, അവരെ പരിഭ്രാന്തരാക്കി മാറ്റരുത് എന്നാണ് ഇവിടെ പിന്നെ സൂചിപ്പിക്കുന്നത്. അതാണ് തോയോത്സർഗസ്തനിതാഭ്യാം വൃഷ്ടിഗർജിതാഭ്യാം മുഖരഃ ശബ്ദായമാനഃ മാസ്മഭൂ കുതഃ തായോഷിതാഃ വിക്ലബാഃ. തായോഷിതഃ വിക്ലബ, യോഷിതാഃ എന്നല്ല കേട്ടോ, യോഷിതഃ വിക്ലബാഃ ഭീരവഃ എന്നർത്ഥം. അപ്പോ അവർ ഭീരുക്കളാണ്, അതുകൊണ്ട് അവരെ പരിഭ്രാന്ത ചിത്തരാക്കരുത്. അവർ രാത്രികാലങ്ങളിൽ രമണവസതിയെ അന്വേഷിച്ചു പോവാണ്. അങ്ങനെയുള്ളവർക്ക് ദുഃഖമുണ്ടാക്കരുത്, അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കൂ. എങ്ങനെ? കനകനികഷസ്നിഗ്ധയാ സൗദാമന്യ, സ്വർണ്ണ നിറത്തിലുള്ള അതിമനോഹരമായ തേജസ്സോടുകൂടിയ സൗദാമനിയാൽ, ഇടിമിന്നൽ കൊണ്ട് അവർക്ക് ഉർവീം ദർശയ, മാർഗം. ഉർവി എന്നുള്ള വാക്ക് ഇവിടെ മാർഗം എന്നുള്ള അർത്ഥത്തിലാണ് വരിക. ശരിക്ക് ഉർവി എന്നുള്ള വാക്കിന് ഭൂമി എന്നാണ് അർത്ഥം, പക്ഷെ ഇവിടെ മാർഗം എന്നാണ് അർത്ഥം പറയുന്നത്. അപ്പോ തോയോത്സർഗസ്തനിത മുഖരഃ താ വിക്ലബാ മാസ്മഭൂ. അവർ വിക്ലബകളായി മാറരുത്, അവർ പരിഭ്രാന്തരാണ്, അതുകൊണ്ട് അവരെ പേടിപ്പിക്കരുത്. തോയം ജലം, ഉത്സർഗം മഴ പെയ്യ, സ്തനിതം മേഘത്തിന്റെ ശബ്ദം, ഗർജനം ഇടിവെട്ട്. അപ്പോ ആ മഴ പെയ്യലും ഇടിവെട്ടലും ഒക്കെ പാടെ അവരെ മുഖരിതനാക്കി, ശബ്ദായമാനനായിട്ട് അവർ പരിഭ്രാന്തരാകരുത്. വിക്ലബാ. അതുകൊണ്ട് വൃഷ്ടിയും ഗർജനവും ഒന്നും വേണ്ട, ഇടിമിന്നൽ മാത്രം കാണിച്ചിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കൂ എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. അർത്ഥം മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടിയും ശ്ലോകം ചൊല്ലാം. ഗച്ഛന്തീനാം രമണവസതിം യോഷിതാം തത്ര നത്രം രുദ്ധാലോകേ നരപതിപഥേ സൂചിഭേദ്യൈസ്തമോഭിഃ സൗദാമന്യ കനകനികഷസ്നിഗ്ധയാ ദർശയോർവീം തോയോത്സർഗസ്തനിതമുഖരോ മാസ്മഭൂർവിക്ലബാസ്താഃ. അപ്പോൾ ഇത് നല്ലോണം വായിച്ച് പഠിക്കുക. ഓക്കെ.